നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ക്രൂശിന്റെ വചനം എന്ന ഭാഗത്തെ കുറിച്ചാണല്ലോ. അതിന്റെ 6ാമത്തെ ഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു കൽപ്പനകൾ, അതിന്റെ കൽപ്പനകൾ തെറ്റിക്കുന്ന ഇടയന്മാരെന്ന്. അതായത് ക്രൂശിന്റെ വചനത്തിൽ എന്താണ് കൽപ്പനകൾ തെറ്റിക്കുന്ന ഇടയന്മാരെന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിനകത്ത് നമ്മൾ ചിന്തിച്ചു അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ തെറ്റുകൾ. കാരണം തൃത്വസ്തുതികളെ കുറിച്ചും ത്രിയേക ദൈവത്തിനുള്ള സ്തുതിയും, അതായത് 3 ദൈവങ്ങളെക്കുറിച്ചുള്ള സ്തുതികളും ഒക്കെ അവര് തങ്ങളുടെ ആടുകളെ പഠിപ്പിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. കാരണം ജൽപ്പനം ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടും ചില ജൽപ്പനങ്ങൾ ഉണ്ടാക്കിയെടുത്ത്, അതായത് ചില വചനങ്ങൾ കവിതകളാക്കി, കവിത രൂപങ്ങളിലാക്കി അവര് ഇന്ന് സംസാരിക്കുകയല്ല, അവരെ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ അതാണ് ജൽപ്പനം ചെയ്യരുതെന്ന് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു തന്നെ അതിനെ വിലക്കിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അത് മറ്റൊരു അവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ഇന്ന് എൻ്റെ വിഷയം എന്ന് പറയുന്നത് സ്നാനമാണ്. സ്നാനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് എന്താണ്, പല തരത്തിലുള്ള സ്നാനങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അല്ലെ. അതായത് കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള സഭകൾ എന്താണ് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നതിലാണ് പലപ്പോഴും താല്പര്യങ്ങൾ കാണിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്കതറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള വരുന്നവരെല്ലാം മുതിർന്ന സ്നാനം, കൊടിക്കീഴിലുള്ള സ്നാനം, ഇങ്ങനെ പല ടൈപ്പിലുള്ള സ്നാനങ്ങൾ ഈ കാലത്ത് ഉണ്ട്. പക്ഷേ ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്നാനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് യേശു ക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഏർപ്പാടായിരുന്നില്ല സ്നാനം എന്ന് പറയുന്നത്. അത് യഹൂദന്മാരുടെ ഇടയിൽ എന്താണ് പണ്ട് മുതലേ സ്നാനം എന്താണ് നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അവരുടെ മാർഗത്തിൽ ആരെങ്കിലും ചേരുമ്പോൾ സ്വീകരിക്കേണ്ട 3 കർമ്മങ്ങളിൽ ഒന്നായിരുന്നു സ്നാനം. അതായത് അത് ഒരു കഴുകൽ, ശുദ്ധീകരണം എന്ന നിലയിൽ മാത്രമേ ആയിരുന്നുള്ളൂ. ജാതികൾക്ക് നിയമിച്ചിരുന്ന ഈ സ്നാനം യഹൂദന് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് യഹൂദന്മാർ ഈ യഹൂദന്മാർ ഇത് ചെയ്യുവാനായിട്ട് തുടങ്ങിയത്. അല്ലെ, 2ാമത്തെ സ്നാനം അല്ലെങ്കിൽ സ്നാപകയോഹന്നാൻ ആഗതനാകുമ്പോഴുണ്ടാകുന്ന സ്നാനമാണ്. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 1:17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു സ്നാനത്തെ കുറിച്ച്. 1:17 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 17ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യോഹന്നാൻ സ്നാപകന്റെ വരവും സ്നാനത്തെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് ദൈവരാജ്യത്തിലേക്കുള്ള ഒരുക്കമുള്ള ജനത്തിന്റെ കർത്താവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്ന, അതായത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് നമ്മളത് കാണാൻ സാധിക്കുന്നത്. ലൂക്കോസിലല്ല, മർക്കോസിൽ നമ്മളത് കാണുന്നുണ്ട് അല്ലെ. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ വന്നു അല്ലെ. യോഹന്നാൻ വരുന്നതിനെ കുറിച്ച് തന്നെ യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. അത് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. 1:3 1-ന്റെ 2-ഉം 3-ഉം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക്. അപ്പൊ കർത്താവിന് വഴിയൊരുക്കുവിൻ. അപ്പൊ ഏക കർത്താവേ ഉള്ളൂ, ഒരു കർത്താവ്. അപ്പൊ ഒരു കർത്താവിന് വേണ്ടി വഴിയൊരുക്കുകയാണ്. പല ആളുകളും പറയുന്നു തൃത്വത്തിലെ 2ാമനാണ് വഴിയൊരുക്കുന്നത്. അപ്പൊ ഏക കർത്താവ് എന്നാണ് ആര് പഠിപ്പിച്ചിരിക്കുന്നത്? യേശു കർത്താവും ശിഷ്യന്മാരും പഠിപ്പിച്ചിരിക്കുന്ന ഏക കർത്താവ് എന്നുള്ള കൽപ്പന തന്നെ ഞാൻ പറഞ്ഞു അവര് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പൂർണ്ണമായി എല്ലാം ലംഘിച്ചിരിക്കുകയാണ്. കാരണം തൃത്വസ്തുതിയും 3 ദൈവങ്ങൾക്കുള്ള സ്തുതികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ദൈവനാമത്തെ ദുഷിക്കുന്ന രീതിയിലുള്ള ആരാധനകളും
തൃത്വസ്തുതികളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് കർത്താവിന്റെ വഴിയൊരുക്കുവീൻ, ഏക കർത്താവാണ്, ആ കർത്താവിന് വഴിയൊരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യശയ്യാ പ്രവാചകൻ മുഖാന്തരം യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ വന്നു, മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു കൊണ്ടുമിരുന്നു. അപ്പോ എന്തായിരുന്നു യോഹന്നാൻ, അതായത് കർത്താവിന് പാതയൊരുക്കുവാൻ വന്ന യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്ന സ്നാനത്തെ കുറിച്ച് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏത് സ്നാനമായിരുന്നു? പാപമോചനത്തിനായുമുള്ള മാനസാന്തര സ്നാനം മാത്രമായിരുന്നു, അല്ലേ? അത് ആ സ്നാനം കൊണ്ട് എന്താണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവാൻ ആ സ്നാനം കൊണ്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. യോഹന്നാന്റെ സ്നാനം അതെന്താണ്? അത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതായിരുന്നു. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും കർത്താവ് മഹാപുരോഹിതന്മാരോടും ജനത്തിന് മൂപ്പന്മാരോടും ചോദിച്ച ചോദ്യമാണിത്. അതായത് മത്തായിയുടെ സുവിശേഷം 21:25 നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, അവിടെ എഴുതിയിരിക്കുക, യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. അല്ലോ, മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, വെള്ളത്താൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ, യോഹന്നാൻ 1:33 നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:33. 33-ാമത്തെ വാക്യത്തിൽ, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് അവരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവ് സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം കഴിപ്പിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവുള്ള സ്നാനം യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുകയുള്ളൂ. പാപമോചനവും മാനസാന്തര സ്നാനം മാത്രമേ യോഹന്നാൻ അക്കാലത്ത് ചെയ്തിരുന്നുള്ളൂ എന്നുള്ള കാര്യം അവിടെ നിന്ന് വ്യക്തമാണ്. പിന്നെ എന്താണ്, ഇത് യഹൂദന്മാർക്ക് മാത്രമായിരുന്നോ എന്നുള്ളത് നമ്മൾ ഈ വാക്യങ്ങളിൽ ശാപയോഹന്നാൻ നടത്തിയ സ്നാനം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ അത് യഹൂദന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. യേശു ക്രിസ്തു സ്നാനമേറ്റത് എന്തിന് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെ, സ്നാനമേറ്റത് എന്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് C.I. സിക്ഫീൽഡ് തന്റെ ബൈബിളിൽ അതിനെ കൊടുത്തിരിക്കുന്നത് നോട്ടിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ്, പാപമില്ലാത്ത ക്രിസ്തു പാപങ്ങളേറ്റ് പറഞ്ഞവരുടെ കൂട്ടത്തിൽ മാനസാന്തര സ്നാനം ഏൽക്കുവാൻ യോർദാനിൽ യോഹന്നാന്റെ അരികിലെത്തുകയായിരുന്നു. എന്താണ്, മനുഷ്യക്ക് ഒരു മാതൃക വെച്ചിട്ട് പോവാനാണ്, അല്ലേ, കർത്താവ് ആ സ്നാനം നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെ, മനുഷ്യർക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് കർത്താവ് ആ സ്നാനം നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് സകലത്തിലും മാതൃകയാകുവാൻ വേണ്ടി. അപ്പോ എന്ന് പറഞ്ഞ് കാരണം മനുഷ്യൻ ഇത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളെ ഉറപ്പിക്കുകയാണ്. സ്നാനത്തിലൂടെ കർത്താവ് അത് ചെയ്യുമ്പോൾ തന്നെ കർത്താവ് അത് നിവർത്തിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരെല്ലാം
സ്നാനം സ്വീകരിക്കേണ്ട അത്യാവശ്യപരമായ ഒരു കാര്യമാണ്. പാപമോചനം ലഭിക്കണം, മാനസാന്തരം ലഭിക്കണം. മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? പാപമോചനം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അപ്പൊ സ്നാനപ്പെടുക മാത്രമല്ല, സ്നാനത്തിനുള്ള നാമം ഏതാണെന്നും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. ഏതാണ് നിങ്ങളുടെ സ്നാനനാമം എന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്, അല്ലേ? അപ്പോ നമ്മള് പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് സ്നാനം, അല്ലെ? സ്നാനം എന്താണ്? സ്നാനത്തിന്റെ ചരിത്രം എന്താണ്, അല്ലെ? അവർക്ക് നേരത്തെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ടായിരുന്നു? ശുദ്ധീകരണം ഉണ്ടായിരുന്നു എന്നൊക്കെ അവരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ശുദ്ധീകരണം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആർക്കും കർത്താവിനെ കാണുവാൻ പോലും സാധിക്കത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ശുദ്ധീകരണം വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ വിചാരിക്കുന്നത് ശരീരത്തിലെ ചെളിയൊക്കെ കളയാൻ വേണ്ടിയാണോ ഒന്ന് സ്നാനപ്പെടുന്ന ചിന്തിക്കുന്ന ഒത്തിരി മണ്ടന്മാരുണ്ട്, ഇല്ലേ ഈ കാലത്ത്, അല്ലെ? അതുപോലെ തന്നെ ഒരു ഭാഗമാണ് ശിശുസ്നാനം. ശിശുസ്നാനത്തെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുമ്പോ ശിശുസ്നാനം, അല്ലെ? ശിശു വിശ്വസിക്കുമോ? പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം മാതാപിതാക്കളൊക്കെ സ്നാനം എടുക്കുമ്പോൾ ശിശുവിനെ വിട്ടുകളയുമോ എന്ന് ആരും അങ്ങനെ പണ്ട് ചോദിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലെ? അങ്ങനെ ചില ആളുകൾ പറയുന്ന കേട്ടു. കാരണം മാതാപിതാക്കളുടെ അടുത്തില്ലേ, പിള്ളേരെ ഒഴിവാക്കിയോ, കുഞ്ഞു പിള്ളേരെ നിന്ന് ഒഴിവാക്കിയതാണോ എന്ന് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നത് ഞാനിങ്ങനെ കേട്ടു. അപ്പൊ അതിന് സ്നാനം വേണ്ടേ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരൻ, അല്ലെ? അപ്പൊ ശിശുക്കളെ സ്നാനം കഴിപ്പിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. കാരണം ശിശുക്കളെ പോലെ മടങ്ങി വരണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവർക്ക് സ്വർഗരാജ്യം ലഭിക്കത്തുള്ളൂ. അത് ഏത് മുതിർന്ന വ്യക്തിയോടും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ മുതിർന്ന വ്യക്തിക്കാണ് സ്നാനം വേണ്ടത്, അല്ലാതെ കുഞ്ഞു പിള്ളേർക്കല്ല സ്നാനം വേണ്ടത്, അല്ലെ? കുഞ്ഞു ശിശുവിന് സ്നാനം പാപത്തെ കുറിച്ച് അറിയുവാനുള്ള പ്രായം അവനായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവൻ മാനസാന്തരപ്പെടുന്നത്? അവന് മാനസാന്തരം ആവശ്യമാണ്. കാരണം ആ കുഞ്ഞിന്റെ എന്താണ് പിതാവോ അല്ലെങ്കിൽ അതിന്റെ പിതാവിന്റെ പിതാവായ അല്ലെങ്കിൽ വല്യപ്പച്ചനോ അല്ലെങ്കിൽ ആരെങ്കിലും അതിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കൊച്ചു സ്വീകരിക്കുമോ? ആ കൊച്ചിന് അറിയുമോ? അറിയത്തില്ല. ആ കൊച്ചിനെ കൊണ്ട് അങ്ങനെ പറയിച്ചാൽ പോലും അത് പറയത്തില്ല. അതിനറിയത്തില്ല എന്താണ്. ആ കൂടെ കരയാനും ചിരിക്കാനും ആ പ്രായത്തിൽ ആ കുഞ്ഞിനെ അറിയത്തുള്ളൂ. ആ കുഞ്ഞിനെ നിർബന്ധമായും പിടിച്ചെന്ത് ചെയ്യുന്നു? ശിശുസ്നാനം നടത്തുന്ന ഒരു വലിയ തെറ്റ്, അല്ലെ? കൽപ്പനാ ലംഘനം പല കത്തോലിക്ക മുതൽ ഇവിടെ വരെയുള്ള മർത്തോമ വരെയുള്ള സഭകളിൽ ഇത് കണ്ടുവരുന്നു. CSIയിലുമുണ്ട്. അങ്ങനെ ഇങ്ങനെ എല്ലാ സഭകളിലും ഇത് കണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ അറിവില്ലായ്മ അല്ലെങ്കിൽ ശിശുസ്നാനം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ ഇവർക്ക് ഉറപ്പില്ല ശിശുക്കളെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കർത്താവ് അവരെ പാപികളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല ശിശുക്കളെ ഒരിക്കലും. പക്ഷെ അവർ മുതിർന്നു കഴിയുമ്പോൾ, അവർക്ക് ബോധമായി കഴിയുമ്പോൾ അവരെ ആ ഒരു തലത്തിലേക്ക് മാറ്റും എന്ന്, അതായത് ആ ഒരു തലത്തിൽ പിന്നീട് അവർ മാറുമ്പോൾ അവർ സ്നാനം ഏൽക്കേണ്ടത് അത്യാവശ്യകരമായ ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശിശുസ്നാന വാദക്കാരൊക്കെ ചില വാദമൊഴികളൊക്കെ മുഴക്കുന്നത് കേൾക്കാം. അതായത് വിശ്വാസികളുടെ മക്കൾ വിശ്വാസികളാണ്, ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയാണ്. എങ്ങനെയെന്നാൽ നിനക്കും നിന്റെ സന്തതിക്കും എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞുവല്ലോ. ഇതൊരു വാഗ്ദത്തമാണ്. ക്രിസ്ത്യാനിയുടെ മകൻ ക്രിസ്ത്യാനിയാണെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയെ സ്ഥാനപ്പെടുത്തേണ്ടതുണ്ടല്ലോ, അല്ലെ? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഇവർ എന്ത് ചെയ്യുന്നില്ല? പെടുകയില്ലല്ലോ. സ്നാനം എന്ത് ചെയ്യുന്ന പരിച്ഛേദനയുടെ പിന്തുടർച്ചയാണെന്ന് ഇവർ വാദിക്കുന്നു. അപ്പൊ സ്നാനം പരിച്ഛേദനയുടെ എന്താണ് പിന്മുറയാണോ, അല്ലെങ്കിൽ അത് വീണ്ടും അതായത് അതിനോടാണോ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? അപ്പൊ യഹൂദന്മാരുടെ എല്ലാ ആചാരങ്ങളുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ സ്നാനം? സ്നാനം എന്നുള്ളത് കൃപയുടെ ഉടമ്പടിയിൽ, അതായത്
ദൈവീക കൃപയുടെ ഉടമ്പടിയിൽ എന്താണ് സ്ഥാപിതമായതാണ്? മുദ്രയും നീതീകരണവും വിശദീകരണവും ദൈനംദിന ജീവിതത്തിലെ അശുദ്ധിയിൽ നിന്ന് നമ്മെ നൽകി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുമാണ് സ്നാനമെന്ന് എന്ത് ചെയ്യുന്നു? ഇവര് പഠിപ്പിക്കുകയാണ്. അല്ലെ? കത്തോലിക്ക സഭ ഉദ്ധരിക്കുന്ന ചില വേദഭാഗങ്ങൾ താഴെ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അവൻ തന്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമം ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോവുകയില്ല. നിങ്ങളുടെ മക്കൾക്ക് എന്നീ പ്രകാരമുള്ള വചനങ്ങൾ കൊണ്ട് സന്തതി എന്ന് പറയുന്നതെല്ലാം എന്താണ്? മലക്കിടപ്പ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ആണ് ഇവർ വിചാരിക്കുന്നത്. വാഗ്ദത്തം ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾ അറിയാം, അതെ, ഇവർക്ക് എന്താണ് കൃപ വ്യാപരിക്കുമെന്നാണ് ഇവരുടെയൊക്കെ വാദകം എന്ന് പറയുന്നത്. അതായത് ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ഇതിനെ ആധാരമായിട്ട് അവർ എടുക്കുന്നതും നിന്റെ സന്തതിക്കും മേൽപ്പറഞ്ഞ സന്തതികൾക്കും എന്താണ് ശിശുസ്നാനം ആധാരമായി വരുമെന്നുള്ളതാണ്. അതായത് അത് സ്നാനത്തെ കുറിച്ചല്ല മനസ്സിലാക്കുന്നത്, വാഗ്ദത്തത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയത്. വാഗ്ദത്തം എല്ലാം എടുത്ത് ശിശുസ്നാനമാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ശിശുസ്നാനം എന്താണ്? തെറ്റാണ്, ദൈവവചന വിരുദ്ധമാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ഓർത്തഡോക്സ് അതുപോലെ തന്നെ യാക്കോബക്കാരുടെ ഉപദേശം അവിടെ കൂദാശ ക്രമങ്ങൾ എന്ന ഗ്രന്ഥത്തില് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മാമോദിസയ്ക്കുമുള്ള പ്രാർത്ഥന, അതായത് ദൈവമായ കർത്താവ് അഗ്നിയാലും ആത്മാവിനാലും ജ്ഞാനസ്നാനം നൽകാൻ വേണ്ടി നിന്റെ വിശുദ്ധ ശ്രീഹന്മാരെ നീ വിശ്വാസപൂർവം ഭരമേൽപ്പിച്ചതുമായ ആ ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. അതായത് കർത്താവ് സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി അടുത്തു വരുന്ന ഇവന്റെ ആത്മാവിന് പാപികളായ ഞങ്ങളുടെ മധ്യസ്ഥ മൂലം രക്ഷ ലഭിക്കുകയും അവൻ അനുഗ്രഹം കരുണയും പ്രാപിക്കുകയും ചെയ്യുവാൻ സംഗതിയാകട്ടെ എന്ന് പറയുമ്പോൾ വിശുദ്ധ ശ്രീഹന്മാർ കൊടുത്ത സ്നാനവും പട്ടക്കാരന്റെ സ്നാനവും രണ്ടാണ്. അതാണ് വിശുദ്ധ ശ്രീഹന്മാർ കൊടുത്ത സ്നാനവും ഉണ്ട്, പട്ടക്കാരന്റെ സ്നാനവും രണ്ടാണ്. വേദപുസ്തകത്തിൽ ആത്മീയ പുരോഹിതന്മാരുണ്ട്, പക്ഷെ അവർ സ്നാനം കൊണ്ട് വീണ്ടും ജനനമുണ്ടെന്ന് പഠിപ്പിക്കുന്നില്ല. വെള്ളം കോരി ഒഴിച്ചാൽ വീണ്ടും എന്താണ്? വെള്ളം കോരി ഒഴിച്ചാൽ വീണ്ടും ജനിക്കുകയല്ല. കൂടാതെ ആത്മാവിന്റെ രക്ഷയ്ക്ക് പാപികളുടെ മധ്യസ്ഥത കൊണ്ടോ നീതിമാന്റെ മധ്യസ്ഥത കൊണ്ടോ രക്ഷ കിട്ടുകയല്ല. വീണ്ടും ജനനം നടക്കുന്നത് എങ്ങനെയാണ്? പച്ചവെള്ളം കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. അപ്പൊ ഇതാണ് നമുക്ക് വരേണ്ട ഏറ്റവും വലിയ ബോധം എന്ന് പറയുന്നത്, അല്ലെ? ഏറ്റവും വലിയ അറിവ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വരേണ്ട അറിവെന്ന് പറയുന്നത് ഇതാണ്: പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്നുള്ളതാണ്, അല്ലെ? സ്നാനത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കും. പരിശുദ്ധാത്മ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്ന് വസിക്കുകയാണ്. അപ്പോ അത് 2-3 വ്യക്തികളൊന്നുമല്ല. ഇവരുടെയൊക്കെ ചെയ്താൽ 2-3 വ്യക്തികൾ വന്നങ്ങ് ആവസിക്കുകയാണ്. അങ്ങനെ അതൊന്നും അവിടെ നടക്കുന്നില്ല. ആകെ കൂടി ഏകദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ സത്യം എന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങൾ. ഇതിനെ കൂട്ടിക്കളയുന്ന ഉപദേശങ്ങളാണ് ഇന്ന് പലരും കൽപ്പനകൾ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന വചന അല്ലേ? അപ്പൊ പല ആളുകളും ചോദിക്കുന്നത്, ശിശുക്കള് സ്നാനപ്പെടാതെ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ, അല്ലേ? അതാണ് പലർക്കും ഇന്ന് ഭയങ്കരമായ സംശയം എന്ന് പറയുന്നത്. യേശു പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. അപ്പൊ ശിശുക്കൾക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർഗരാജ്യം ഓൾറെഡി കൺഫേംഡ് ആണ്, അവർക്ക് മാറ്റമില്ല, അവർക്ക് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് സ്വർഗരാജ്യം, അല്ലേ? കുഞ്ഞുങ്ങള് ശിശുവായി മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരുടെ വിചാരം വരുന്നത് എന്താണ്? ആ സ്വർഗത്തിൽ പോകത്തില്ല. കാരണം ശിശുവിന് ഓൾറെഡി എന്താണ്? ഗ്യാരണ്ടിയാണ്. ഓൾറെഡി ഗ്യാരണ്ടി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലും ശ്രദ്ധിക്കാതെയാണ് ഈ വക തെറ്റിലേക്ക് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കൽപ്പന നിഷേധങ്ങൾ അവിടെ കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അല്ലേ? അതായത് കൂടാതെ എന്താണ്? ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ മനുഷ്യൻ രക്ഷ കയറി വന്നിരിക്കുകയാണ്. എന്താണ്? റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പൊ കഥാവ് യേശു ക്രിസ്തു, അതായത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് എബ്രായർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ വ്യക്തിത്വം വന്നാണോ നമ്മളെ രക്ഷിച്ചത്? അല്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവവും അവന്റെ പുത്രനും ആദിയിൽ ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന വളരെ തെറ്റായ ഒരു പഠിപ്പീര് അല്ലെ. ദൈവവും അവന്റെ പുത്രനും ഉണ്ട്. ദൈവത്തിന്റെ പുത്രനും പുത്രിയും എന്ന് പറയുന്നത് ആദായും ഹവ്വായുമായിരുന്നു അല്ലെ. ദൈവത്തിനുണ്ടായിരുന്ന രണ്ട് മക്കളായിരുന്നു ആദായി ഹവ്വായി. അവര് എന്ത് ചെയ്തു? പാപം ചെയ്തു, നേരെ ഭൂമിയിലേക്ക് വന്നു. കാരണം ഈ നെറ്റിയിലെ വേർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കുന്ന ഭൂമിയിലേക്ക് അവർ വന്നു. എന്തിനവർ വന്നു? കാരണം ദൈവത്തിനോട് അനുസരണക്കേട് കാണിച്ചു. തിന്നരുതെന്ന് പറഞ്ഞ പഴം അവർ തിന്നു. തിന്നതിന്റെ ഫലമായി, പിശാചിന്റെ വാക്ക് കേട്ട് അത് തിന്നതിന്റെ ഫലമായി അവർക്ക് എന്തുണ്ടായി? നന്മ തിന്മകളെ കുറിച്ച് അറിയുവാനുള്ള ബോധം അവർക്കുണ്ടായി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ ഭൂമിയിലേക്ക്, ശാപം നിറഞ്ഞ ഈ ഭൂമിയിലേക്ക് കഷ്ടപ്പെടുവാനായിട്ട് അല്ലെ. ഏദനിൽ എല്ലാ സമ്പത്തും അല്ലെ, സകലത്തിന്റെയും മേലെ ദൈവം അവർക്ക് വാഴുവാനുള്ള അധികാരം കൊടുത്തു. തന്റെ മക്കളെ, സ്വന്തം മക്കളെ പോലെ ചേർത്ത് വെച്ചിരുന്നവർ പെട്ടെന്ന് അതുപോലെ തന്നെ അത് പോയി. അപ്പൊ ദൈവത്തിനൊരു പുത്രനുണ്ടോ? ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായിരുന്ന ആദായും ഹവ്വായും ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് ഈ കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്ത് അല്ലെ വന്നതും. കാരണം അവര് ഏതെനിലായിരുന്നു എങ്കിൽ, കാരണം ഇങ്ങനെയുള്ള പാപ സ്വഭാവങ്ങളൊന്നും മനുഷ്യനില് ഉടലെടുക്കുകയില്ലായിരുന്നു. കാരണം എന്താണ്? മനുഷ്യൻ എന്ത് ചെയ്തതിന്? ദൈവത്തെ അനുസരിച്ച് ഏദൻ തോട്ടത്തിൽ കഴിഞ്ഞുമായിരുന്നു. പക്ഷേ അതായിരുന്നില്ല. പിശാച് അവര് തെറ്റിച്ചതിന്റെ ഫലമായി അവരെന്ത് ചെയ്തു? ഭൂമിയിലേക്ക്, ശാപം നിറഞ്ഞ, പാപം നിറഞ്ഞ ഈ ഭൂമിയിൽ അവര് വന്നു. അവരുടെ വലിയൊരു തലമുറകളായി അവർ മാറി അല്ലെ. പാപം കൊണ്ടും ശാപം കൊണ്ടും നിറഞ്ഞ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന മക്കളായി അവർ മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ പാപത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു, അതായത് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ മക്കളെ രക്ഷിക്കുവാനായിട്ട് ഇറങ്ങി വരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏകന്റെ നീതി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഏകന്റെ നീതി എന്താണ്? സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. അപ്പൊ നീതീകരിക്കപ്പെടുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, ആ ഏകരക്ഷകനിലൂടെ. അപ്പൊ ഏകരക്ഷകനിലൂടെ രക്ഷപ്പെടുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്നാനം അല്ലെ, പാപമോചനത്തിനായുള്ള സ്നാനം, അത് 3 ദൈവങ്ങളുടെ നാമത്തിലാണോ? 3 ദൈവങ്ങളുടെ നാമത്തിലല്ല, ഏക ദൈവത്തിന്റെ നാമത്തിലാണ് സ്നാനം. അത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ത്രിയേക ദൈവത്തിന്റെ നാമത്തിലല്ല, തൃത്വ ദൈവത്തിന്റെ നാമത്തിലല്ല സ്നാനം. തൃത്വമോ ത്രിയേകവുമല്ല ദൈവം ഏകനാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടും സ്നാനം വരുമ്പോൾ 3 ദൈവങ്ങളും, ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ 3 ദൈവങ്ങളും ഇങ്ങനെ പോകുന്നു ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ലെ. അപ്പൊ 3 ദൈവങ്ങളെ വെച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കത്തോലിക്ക മുതൽ ബെന്തിക്കോസ് വരെയുള്ള എല്ലാ സഭകളും ഇങ്ങനെ 3 ദൈവങ്ങളെ ആരാധിച്ചു വരികയാണ്. യാതൊരു മാറ്റവും അതിനകത്തില്ല. ഏക ദൈവം എന്ന് പറയുന്നു, ഏക കർത്താവ് എന്ന് പറഞ്ഞിട്ടും അവർ കൽപ്പന ലംഘനം നടത്തി എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് ഞാൻ രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ശിശുസ്നാനം അല്ലെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത എങ്ങനെയാണ് കുഞ്ഞിനെ സ്നാനപ്പെടുത്തുക? കാരണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എന്താ പറയുക, ശിശുക്കളോട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ശിശു വിശ്വസിക്കുമോ? ശിശു വിശ്വസിക്കുകയല്ല, ശിശു ഒരിക്കലും വിശ്വസിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ അറിവില്ലാത്ത പഠനങ്ങൾ ഈ കാലങ്ങളിൽ ശിശുസ്നാനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പരിച്ഛേദനയെ കുറിച്ച് പറയുന്നു അല്ലെ. പരിച്ഛേദനയെല്ലാം എന്തായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച്, അതായത് വിശ്വസിച്ച അബ്രഹാം പിന്നെ പരിച്ഛേദന അടയാളം, വിശ്വസിച്ച ക്രിസ്ത്യാനിക്ക് സ്നാനം അടയാളം. സ്നാനത്തിന്റെ കാര്യം എന്താണ്? ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. പരിച്ഛേദന അല്ലെ. അതുപോലെ തന്നെ
പൂർണ്ണമായും ജഡത്തിന്റെ പ്രവൃത്തിയുടെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മരിപ്പിച്ച് പുതുജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അതാണ് സ്നാനത്തിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുമ്പോൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, പഴയ നിയമവിശ്വാസികൾക്കും ഒരു ആരാധനയും ഒരു മേശയും സ്നാനവും ഉണ്ടായിരുന്നു. അതായത് പാറയിൽ നിന്ന് കുടിക്കുന്നു, അതായത് മേശയ്ക്ക് സദൃശവും പാറയിൽ നിന്ന് കുടിക്കുന്നതും മേശയ്ക്ക് സദൃശവും മേഘത്തിലും സമുദ്രത്തിലും കൂടി കിടക്കുന്നത് സ്നാനത്തിന് സദൃശവുമാകുന്നു. പത്രോസ് സ്നാനത്തെ എന്ത് ചെയ്യുന്നു? ന്യായവിധിയിൽ നിന്നുള്ള വിടുതലായും പൗലോസ് അതിനെ പുതിയ യുഗത്തിലേക്കുള്ള ശക്തിയുടെ സന്തോഷത്തിലേക്ക് കിടക്കുന്ന ഒന്നായും അതിനെ വിശദീകരിച്ചിരിക്കുന്നു. അപ്പം പരിച്ഛേദനയായോ ഇതിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് പുതുതായി ജനിക്കുന്നതാണ് സ്നാനത്തിലൂടെ കാണുന്നത്, അല്ലെ? നിക്കോദിമോസിനോട് ഇതേ കാര്യമാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 3-ാം അധ്യായത്തില് നിക്കോദിമോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ, അല്ലെ, 3-ാം അധ്യായം 3-ാം വാക്യം, യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ ജഡത്താൽ ജനിച്ചതെല്ലാം എന്താണ്? ജഡമാകുന്നു. അതായത് ജഡം എന്ന് പറയുന്നത് പ്രാകൃത മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. ഓമർഗെഴുതിയ ലേഖനം 7-ാം അധ്യായം 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടത്. അതായത് മക്കൾക്ക് ജന്മം നൽകാൻ മനുഷ്യന് സാധിക്കും, എന്നാൽ ഒരിക്കലും ആത്മീയ പുതുജീവൻ നൽകുവാൻ സാധിക്കുകയില്ല. ആ ശ്രമമെല്ലാം എന്ത് ചെയ്യും? പരാജയപ്പെടും. ദൈവത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആത്മീയ ജീവൻ ഉളവാക്കുന്നതിന് കഴിയുകയുള്ളൂ. വെള്ളം എന്ന വാക്ക് ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം എന്താണ്? അത് സ്വർഗം നമ്മളെ കാണുകയാണ്. നമ്മളൊരു സ്വർഗവുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ജലസ്നാനത്തിലൂടെ. കാരണം ഞാൻ ഇനി കർത്താവിനായി ജീവിച്ചു കൊള്ളാം, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക, ആ കർത്താവിന് വേണ്ടി അതായത് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക, അല്ലെ? നിക്കോദിമോസിനോട് പറയുകയാണ്, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. അത് എങ്ങനെയുള്ളതാണ്? ദൈവരാജ്യത്തിൽ ഏക ദൈവത്തിലുള്ള സ്നാനം. ആ ഏക ദൈവം ആരാണ്? ആ ദൈവത്തിന്റെ നാമം എന്താണ്? ആ നാമം തന്നിരിക്കുന്നത് എന്തിനാണ്? രക്ഷയ്ക്ക് വേണ്ടിയാണ് ആ നാമം തന്നിരിക്കുന്നത്. അപ്പൊ ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ നമുക്ക്. 2-3 രക്ഷകന്മാരുണ്ടോ? ആ രക്ഷയ്ക്ക് ഉതകുന്ന നാമം നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്നാനത്തിലേക്ക് നമ്മൾ വരുന്നത്. അല്ലാതെ 3 ദൈവങ്ങളുടെ നാമത്തിലാണ് സ്നാനമെന്ന് പഠിപ്പിക്കുന്ന ഇവിടുത്തെ കത്തോലിക്ക മുതൽ ബെന്തിക്കോസ് വരെയുള്ള 3 ദൈവങ്ങളുടെ നാമത്തിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നിടത്ത് എവിടെയാണ് നാമമുള്ളത്? അവിടെ നാമമില്ല. അല്ലെങ്കിൽ അത് നാമങ്ങൾ എന്ന് പറയുന്നത് അവിടെ എവിടെയാണോ ഒരു സ്പെസിഫിക് ആയ നാമം? അവിടെ ഇല്ല. പിതാവിന്റെ നാമം, പിതാവ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം. പുത്രൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. ആത്മാവ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. ആ 3 ടൈറ്റിലുകൾ വെച്ച് സ്നാനപ്പെടുത്തുന്നത് എന്താണ്? തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ആ സ്നാനത്തെ കുറിച്ച് 2:38 അപ്പോസ്തല പ്രവൃത്തി 2:38 വളരെ വ്യക്തമായി ആ സ്നാനത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും അവിടെ പോയി നോക്കുകയാണെങ്കിൽ കാണാം അത് ഏതാണ് നാമം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ ഇന്നത്തെ പല ആളുകളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൽപ്പനകള് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഏതാണ് നാമം? നാമം മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യണു? ഇത് ഈ എല്ലാവരുടെയും വിചാരം ഈ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്, ബൈബിളിൽ എഴുതിയിരിക്കുന്നുണ്ട് അത് 3 പേരാണ്. അങ്ങനെ 3 പേരായിരുന്നെങ്കിൽ ഞങ്ങൾ 3 പേരാണെന്ന് പറഞ്ഞു നിയമായിരുന്നു. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറയുന്നു, എന്നിൽ മറ്റൊരുത്തനില്ല എന്ന്
പറഞ്ഞിട്ടും എന്ത് ചെയ്യുന്നു? പിന്നെയും പറയുന്നു അതിനകത്ത് 3 പേരുണ്ട്. അല്ലെ? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ ദൈവം ഒരുവൻ എന്നാണ് രേഖപ്പെടുത്തിയത്. മൂവരെന്നൊരു വാക്ക് അവിടെ കാണുന്നില്ല. കാണാതെ തന്നെ അവിടെ രേഖപ്പെടുത്തി എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ പല തൃത്വ സ്നേഹിതന്മാരും, അല്ലെ? അപ്പൊ തൃത്വം തെറ്റല്ല എന്ന് നിങ്ങൾ തന്നെ സൂക്ഷിച്ചു നോക്കുക. തൃത്വം എന്ന് പറയുന്ന സംഗതിയുണ്ടോ? ഏകദൈവം, അല്ലെ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഏകദൈവത്തെ കുറിച്ച്. കഴിഞ്ഞ എപ്പിസോഡ് കൂടി നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും, നമുക്ക് ഏകദൈവമേ ഉള്ളൂ. 3 ദൈവങ്ങൾ നമുക്കില്ല. 3 വ്യക്തിത്വങ്ങൾ കൂടുന്ന ദൈവവുമില്ല. ദൈവം ഏകനാണ്, ഒരുവനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ്, അല്ലേ? അപ്പോ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ മർക്കോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോ മർക്കോസിൽ പറയുന്ന 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തില്, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പം വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ആരുടെ നാമത്തിലാണ്? രക്ഷയ്ക്ക് തന്നിട്ടുള്ള നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രക്ഷയ്ക്ക് തന്നിട്ടുള്ള നാമം ഏതാണ്? യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ രക്ഷയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതല്ലാതെ വേറൊന്നിനും നമുക്ക് വിശ്വസിക്കുവാനുള്ള അവകാശമില്ല. കാരണം ഏകനാമം, ഏക ദൈവം, ഏകനാമം. അപ്പൊ ആ നാമത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടത്, അല്ലെ? ഏകനാമമേ അവിടെ പറയുന്നുള്ളൂ. 2ഉം 3ഉം നാമങ്ങൾ അവിടെ പറയുന്നില്ല. പിന്നെ എങ്ങനെയാ അപ്പോൾ എത്ര ദൈവമായി? 3 ദൈവങ്ങളായി. 2ഉം 3ഉം നാമങ്ങൾ അവിടെ പറയുന്നുണ്ട്. നാമങ്ങൾ എന്ന് പറയണമായിരുന്നു, അല്ലെ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേതാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു നാമമുണ്ട്. പിതാവിനൊരു നാമമുണ്ട്, പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു നാമമേ ഉള്ളൂ. ആ നാമം രക്ഷയ്ക്കായിട്ടുള്ള നാമമാണ്. ആ നാമത്തിന്റെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നു. ആരെ? പത്രോസ് അപ്പോസ്തലൻ ആ നാമം എന്താണെന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന പ്രിയ സഹോദരങ്ങളെ. അപ്പൊ ഈ ദിവസങ്ങളിൽ രക്ഷയ്ക്കായിട്ട് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവും ഇല്ല. നമ്മളെ രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ഒരേ ഒരു നാമമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കുവാൻ. ആ നാമത്തിൽ തന്നെയാണ് സ്നാനം. ആ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും. ആ നാമത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അവന്റെ ആത്മാവ് നമ്മൾ വന്നിരിക്കണമെങ്കിൽ ആ നാമത്തിലൂടെ പറ്റുകയുള്ളൂ. വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കത്തോലിക്കരുടെ പ്രഥമ ഇടയൻ പറയുന്നത് കേട്ടു, എല്ലാ മതങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ അഭിപ്രായങ്ങളും, അല്ലെ? എല്ലാ മതങ്ങളും എല്ലാ അഭിപ്രായങ്ങളും, അല്ലെ? അപ്പൊ എല്ലാ അഭിപ്രായങ്ങളും ദൈവത്തിന്റെ അടുക്കലേക്കാണ് എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയാണോ അതിന്റെ അർത്ഥം? മതങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ അഭിപ്രായങ്ങളാണ്, അല്ലെ? എല്ലാം മനുഷ്യന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്, മനുഷ്യൻ ഉണ്ടാക്കി എടുത്തതാണ് അതെല്ലാം. പക്ഷെ അതല്ല ദൈവത്തിന്റെ വഴി. ദൈവത്തിന്റെ വഴി നോക്കണമെങ്കിൽ 66 പുസ്തകങ്ങൾ, ദൈവവചനമാകുന്ന 66 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കണം, അല്ലെ? ആ 66 പുസ്തകങ്ങളിലാണ് നമ്മുടെ രക്ഷ ആരിലാണെന്നും ആരിലായിരിക്കുന്നതെന്നും ആരാണ് ഏകദൈവമെന്നും ആരുടെ നാമത്തിലാണ് സ്നാനമെന്നും അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കാണ് പ്രധാനമായും സ്നാനം കൊടുത്തേണ്ടത്. അത് തന്നെ തെറ്റാണ്. വിശ്വസിക്കാത്ത ശിശുവിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? മാമോദിസ മുക്കിയെടുക്കുന്നു. വളരെ തെറ്റായ പഠിപ്പീരാണ് ഈ പഠനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക മുതൽ അതായത് പെന്തിക്കോസ് വരെയുള്ള പെന്തിക്കോസുകാർ എന്ത് ചെയ്യുന്നു? 3 ദൈവങ്ങളുടെ നാമത്തിൽ സ്നാനം നടത്തുന്നു. അപ്പോൾ അവിടുന്ന് ബാക്കിയുള്ള കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള സഭകൾ എന്ത് ചെയ്യുന്നു? ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നു. തെറ്റായ പഠനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇടയന്മാർ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു.
വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. ഇവളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായി സൗഖ്യം പെടുന്നതിനും കർത്താവ് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെ അഡ്മിന്മാരെ എല്ലാം അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധിച്ച് കേട്ട സ്വത്രം മാനവ മഹത്വമൊക്കെ ചിന്നെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ. സ്തോത്രം.